परमेश्वर और मनुष्य के बीच में यूहन्ना अपने आप को लाता है. എന്നാൽ ദൈവത്തിന്റെ മനുഷ്യന്റെ നടുവിൽ തന്നെത്താൻ കൊണ്ട് ഒരു മാധ്യമം മാത്രമാണ് ഞാൻ എന്ന് പറഞ്ഞ് തന്നെ കൊണ്ട് നിർത്തുകയാണ്. और जब किसी माध्यम के रूप में आप परमेश्वर की योजना में पाए जाते हैं तो ഇപ്രകാരം ദൈവത്തിന്റെ ഒരു സ്രോതസ്സായി മാത്രം നിങ്ങളെ തന്നെ ചില ശുശ്രൂഷകൾക്കകത്ത് നിങ്ങളെ കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ, जब दो चीजों को जोड़ना है, രണ്ട് കാര്യങ്ങളെ जब ഘടിപ്പിക്കുക, दो चीजों को जोड़ना है, രണ്ട് കാര്യങ്ങളെ तो ഘടിപ്പിക്കുക, उसके बीच में एक तीसरे का एग्जिस्टेंस होना जरूरी है. ആ രണ്ടിന്റെ നടുവിൽ മൂന്നാമനായി ഒരുവൻ നിൽക്കേണ്ട ആവശ്യകതയുണ്ട്. पर अगर वो अपने अस्तित्व का न छोड़े तो वो दो चीजों को जोड़ नहीं सकता. എന്നാൽ താൻ തന്റെ വ്യക്തിപരമായ പരിചയത്തെ ത്യജിക്കുന്നില്ലെങ്കിൽ ഈ രണ്ടിനെയും കൂടെ കൂട്ടിച്ചേർക്കുവാൻ ഈ നടുക്ക് നിൽക്കുന്ന മൂന്നാമന് കഴിയത്തില്ല. दो चीजें हैं, രണ്ട് കാര്യമാണ്. तीसरी चीज को बीच में लाया जाता है. മൂന്നാമത്തെ ആളെ നടുവിൽ കൊണ്ട് पर वो നിർത്തുക. अपने एग्जिस्टेंस को जब छोड़ता है, എന്നാൽ ആ വ്യക്തി തന്റെ സ്വയം പരിചയത്തെ ത്യജിക്കുമ്പോൾ, जब वो अपने आप को शून्य बना देता है, തന്നെത്താൻ ഇല്ലാതെയായി ശൂന്യമായി तो മാറുമ്പോൾ वो दो चीजों को जोड़ने वाला बन जाता ഇതാ है. രണ്ട് കാര്യങ്ങളെ ഘടിപ്പിക്കുന്നവനായി ഒരു ദൈവ പ്രവർത്തിക്ക് അവൻ കാരണമായി മാറുകയാ. हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. जब आपने किसी दो चीजों को जोड़ने के लिए वेल्ड किया, രണ്ട് കാര്യങ്ങളെ ഒന്ന് വെൽഡ് ചെയ്യാൻ അടുപ്പിച്ചപ്പോൾ, और जब आप वेल्ड करते हैं उस समय जो धातु है वो जब पिघल जाती है, और उसका पिघलना जरूरी है जिससे कि वो दो चीजों को जोड़े. ഈ വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് അതിനെ ഘടിപ്പിക്കുവാൻ നോക്കുന്ന മൂന്നാമത്തെ ഘടകം അത് ഇല്ലാതെയായി ഉരുകി മാറി അത് ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഈ രണ്ടെണ്ണം ഒന്ന് ചേരുന്നത്. Praise the Lord. ഹല്ലേലൂയ. Welding. യെസ്. Somebody is in this church, connect with this church. क्या चीज में? Rajan. राजन. Who's Rajan? राजन वो है, अभी यहाँ नहीं है. वो वेल्डिंग का काम करते हैं पास्टर जी. When I speak weld, I heard voice. And Rajan. Holy Spirit speak me. Rajan. Yes? उनकी वाइफ और बेटा इधर है. Yes. Come. Stand up. രാജൻ എവിടെ പോയി? Okay, thank you, Jesus. Holy Lord. ജീസസ്. ഹല്ലേലൂയ. दो चीजों को जब जोड़ना है. രണ്ട് കാര്യത്തെ ഘടിപ്പിക്കുമ്പോൾ, Is not here? नहीं वो वेल्डिंग करने गए. Wow. Call him. വിളിക്ക്, വരാൻ പറ്റുവാണെ വരാൻ പറ. Hallelujah. 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 ആമേൻ, ആമേൻ, ആമേൻ. Hallelujah. आप यहाँ हैं वो जरूरी नहीं है. നിങ്ങൾ ഈ സ്ഥാനത്തുണ്ടെങ്കിലും अगर आप ഇല്ലെങ്കിലും, यहाँ नहीं भी हैं, ഇനിയിപ്പൊ നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും, पर परमेश्वर की योजना का अगर आप हिस्सा हैं, ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ് നിങ്ങളെങ്കിൽ, इजराइलियों के समय में ഇസ്രായേൽ മക്കളുടെ കാലത്ത് जब परमेश्वर की योजना में उन लोगों को परमेश्वर ने ठहराया था, ആൾക്കാരെ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് കൊണ്ട് നിർത്തുമ്പോൾ, और वचन ऐसा कहता है ദൈവവചനം ഇങ്ങനെ പറയുന്നു, उसमें से कुछ लोग वहां उपस्थित नहीं थे. കുറച്ച് ആൾക്കാർ ആ സമയത്ത് അവിടെ ആബ്സെന്റ് ആണ്. वे अपने तंबू में थे. അവരവരുടെ ടെന്റുകൾക്കകത്തിരിക്കുക. पर परमेश्वर ने ऐसे नहीं कहा, പക്ഷെ കർത്താവ് അങ്ങനെ ये പറഞ്ഞില്ല. नहीं आए तो मैं उनको अपनी योजना में से बाहर कर. അവൻ വന്നില്ലല്ലോ, അതുകൊണ്ട് എന്റെ പദ്ധതിയിൽ അവൻ ഇല്ല. परमेश्वर कहता है मैंने उनको ठहराया है. കർത്താവ് പറയുന്നു, ഞാൻ അവനെ ചിലടത്ത് നിർത്തിയിരിക്കുക. जब दो चीजों को जोड़ना है, രണ്ട് കാര്യങ്ങളെ ഘടിപ്പിക്കണമെങ്കിൽ एक तीसरे का एग्जिस्टेंस वहां होता है. മൂന്നാമത്തെ ഒരാൾ അതിന്റെ നടുക്ക് നിന്ന് ചിലത് ചെയ്യണം. पर उस तीसरे एग्जिस्टेंस को अपने आप को मेल्ट करना पड़ेगा. പക്ഷെ ആ മൂന്നാമത്തെ ഘടകം ഇല്ലാതെയായി ഉരുകിപ്പോകുന്ന അനുഭവത്തിലേക്ക് വരണം.
मैं नहीं जानता प्रभु इस कलीसिया को क्या कहना चाहते हैं। ഈ സഭയോട് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന എന്താന്ന് എനിക്കറിയില്ല. प्रभु आज क्या कहना चाहते हैं मैं कुछ नहीं समझता, ഇന്ന് എന്തുവാ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കും ശരിക്കും മനസ്സിലാവും. क्योंकि कई बार प्रभु जो कहना चाहता है वो हमारी समझ से परे होता है, പല പ്രാവശ്യം കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിന് അതീതമാണ്. क्योंकि हमारी बुद्धि सीमित होती है, കാരണം നമ്മുടെ ബുദ്ധി हमारा ज्ञान പരിമിതമാണ്. सीमित होता है, നമ്മുടെ അറിവ് हम പരിമിതമാണ്. परमेश्वर को समझ नहीं पाते। നമ്മൾ കർത്താവിനെ മനസ്സിലാക്കുന്നില്ല. जब हम कह रहे हैं कि वेल्ड करना है, നമുക്ക് രണ്ട് കാര്യം ഒരുമിച്ച് ചേർത്ത് വെൽഡ് ചെയ്യണം എന്ന് तब പറയുമ്പോൾ जब मैं शब्द सुनता हूं राजन, അപ്പോൾ ഞാനൊരു ശബ്ദം കേൾക്കുക രാജൻ. ना मैंने उनको कभी देखा है, ഞാൻ ആ പുള്ളിയെ കണ്ടിട്ടില്ല, ना कभी हम उनसे मिले हैं, ഞാൻ അദ്ദേഹത്തെ ആയിട്ട് പരിചയപ്പെട്ടിട്ടില്ല. पर मैं आपको कहना चाहता हूं, പക്ഷെ ഞാൻ പറയുവാ മോളെ, मैं आपको जानूं या ना जानूं, ഞാൻ നിങ്ങളെ അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി मेरा परमेश्वर आपको जानता है। എന്റെ ദൈവമോ നിന്നെ അറിയുന്നു. हमारा परमेश्वर हमें पहचानता है। നമ്മുടെ കർത്താവ് നമ്മെ അറിയുന്നു. परमेश्वर की दृष्टि उसके कार्य से नहीं होती है, കർത്താവ് പ്രവർത്തിക്കുന്നത് ചിലത് കണ്ടിട്ട് മാത്രമല്ല, परमेश्वर की दृष्टि उसके जीवन के ऊपर उसके कार्य से नहीं होती है, ഒരു കാര്യം ചെയ്യുന്നു അതിനനുസരിച്ചല്ല തന്റെ पर കണ്ണുകളെ वो जो പതിപ്പിക്കുന്നത്. कार्य करते हैं എന്നാൽ താൻ ചെയ്യുന്ന കാര്യങ്ങൾ, उस कार्य के पीछे उनका हृदय को परमेश्वर देखता है। ആ ചെയ്യുന്ന കാര്യത്തിന്റെ പിന്നിൽ ദൈവം അദ്ദേഹത്തിന്റെ ഹൃദയം കാണും. परमेश्वर कार्य को नहीं देखता, കർത്താവ് ആ കാര്യമല്ല കാണുന്നത്, मनुष्य कार्य को देखते हैं। മനുഷ്യർ ചെയ്യുന്ന यूहन्ना കാര്യങ്ങളായിരിക്കും. को लोगों ने देखा, यूहन्ना पानी का बपतिस्मा दे रहा है, ആൾക്കാർ കണ്ടു യോഹന്നാൻ സ്നാപകൻ ജലം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു. पर परमेश्वर यूहन्ना को पानी का बपतिस्मा देते हुए नहीं, पर अपने व्यक्तिगत जीवन को माध्यम के रूप में तैयार करके शून्य बनाने के लिए उसने कहा, मैं ये नहीं हूं, मैं ये नहीं हूं, पर जो मैं हूं वो परमेश्वर ने मुझे जो ठहराया है मैं वही हूं। യോഹന്നാനെ ആൾക്കാർ നോക്കിയപ്പോൾ ജലം കൊണ്ട് സ്നാനപ്പെടുത്തുന്ന ഒരു പ്രവാചകനായിട്ടാണ് കണ്ടത്. എന്നാൽ യോഹന്നാൻ തന്നെത്താൻ ഇല്ലാതെയാക്കി ഉരുകി മാറി ഒരു ശൂന്യതയിലേക്ക് വന്ന് ഞാൻ ഇതല്ല, ഞാൻ ഇതല്ല, ഞാൻ ഇതല്ല, ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന ഒരു മാധ്യമം മാത്രമാണ് എന്ന് തന്റെ ജീവിതത്തിൽ അംഗീകരിച്ചു. चर्च में आपके परिवार की पहचान क्या है वो जरूरी नहीं है, ഈ സഭയിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ പരിചയം എന്താണോ അത് പ്രധാനപ്പെട്ടതല്ല. चर्च के लोगों की दृष्टि में आपका स्थान कितना है वो जरूरी नहीं। ഇവിടെ ആയിരിക്കുന്ന ആൾക്കാരുടെ കണ്ണുകളിൽ നിങ്ങളുടെ സ്ഥാനം എന്താണ് അത് പ്രധാനപ്പെട്ട കാര്യമല്ല. इसलिए कल ही पवित्र आत्मा ने कहा बहुत से लोगों को शॉक लगेगा कि ये क्या होगा। ഇന്നലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ആൾക്കാർ ചിലരെ കുറിച്ച് ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു ഷോക്ക് പോലെ ആയിരിക്കുമേ, ഇവരോ ഇങ്ങനെയോ എന്നൊക്കെ. हमारे लिए कोई प्रोफेसी नहीं हो रहा है, എനിക്ക് വേണ്ടി പ്രവചനമൊന്നും हमारे लिए പറഞ്ഞില്ലല്ലോ, प्रभु कुछ बोल नहीं रहा है, എനിക്ക് വേണ്ടി കർത്താവൊന്നും പറഞ്ഞില്ലല്ലോ. ये परिवार कहां से आ गए। ഈ കുടുംബത്തെ കുറിച്ച് ഇത്രമാത്രം പറയാൻ എന്താ ഇപ്പൊ ഇരിക്കുന്നത്? अपने पास बैठे व्यक्ति को छू कर कहे, നമ്മുടെ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടിട്ട് പറ, प्रभु की दृष्टि में കർത്താവിന്റെ കണ്ണുകളിൽ परिवार वो नहीं കുടുംബം എന്ന് പറയുമ്പോൾ जिसे हम परिवार कहते हैं, നമ്മൾ കുടുംബം എന്ന് പറയുന്നതല്ല. प्रभु की दृष्टि में കർത്താവിന്റെ കണ്ണുകളിൽ परिवार वो होता है കുടുംബം എന്ന് പറയുമ്പോൾ जो उसकी सुनता है കർത്താവ് പറയുന്നത് और കേട്ട് वैसे करता है। അതേപോലെ ചെയ്യുന്നവർ. यूहन्ना के व्यक्तिगत जीवन के लिए परमेश्वर ने उस सत्य को लाया। യോഹന്നാന്റെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് അങ്ങനെ ഒരു यूहन्ना പരിചയം. अगर अपने एग्जिस्टेंस को प्रकट करे, യോഹന്നാൻ തന്നെ കുറിച്ച് തന്നെ വെളിപ്പെടുത്തി, अगर वो ऐसा कहे कि मैं याजक का बेटा हूं തന്നെ കുറിച്ച് തന്നെ ഞാൻ ഒരു യാചകന്റെ മകൻ, और मैं याजक की ही सेवा करूंगा, ഞാൻ പുരോഹിതന്റെ ശുശ്രൂഷ ചെയ്യും, मैं अपनी पहचान को नहीं छोड़ूंगा, ഞാൻ എന്റെ പരിചയം വിട്ടു मेरे पिता के द्वारा मुझे ये पहचान मिली है, എന്റെ പിതാവിലൂടെ എനിക്ക് ചില പരിചയങ്ങൾ ഉണ്ട്. तो परमेश्वर कभी यूहन्ना को माध्यम नहीं बना सकते। അങ്ങനെയാണെങ്കിൽ ഈ യോഹന്നാനെ ഒരിക്കലും ഒരു മാധ്യമമായി ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയത്തില്ല. अगर आपको माध्यम होना है, അഥവാ നിങ്ങൾക്കൊരു മാധ്യമമായി മാറണം, अपनी पहचान को छोड़ना हो। നിങ്ങളുടെ പരിചയത്തെ ഒന്ന് ഒഴിച്ചു കളയാമോ? जो अपनी पहचान को छोड़ने के लिए तैयार है, ആരൊക്കെ തന്റേതായ പരിചയങ്ങളെ ത്യജിക്കുവാൻ തയ്യാറാണോ उसे परमेश्वर माध्यम बना देते हैं। ആ വ്യക്തിയെ ദൈവം ഒരു മാധ്യമമാക്കി മാറ്റും. यूहन्ना ने कहा मैं वो पुकारने वाला शब्द हूं, യോഹന്നാൻ പറഞ്ഞു, ഞാൻ മരുഭൂമിയിലുള്ള ഒരു ശബ്ദം മാത്രം, मैं वो पुकारने वाला शब्द हूं पर शब्द नहीं हूं।
ഞാൻ ആ നിലവിളിക്കുന്ന ശബ്ദമാണ്, പക്ഷേ സാക്ഷാൽ ദൈവവചനം ഞാനല്ല. मैं पुकारने वाले का शब्द हूँ पर शब्द नहीं हूँ. इस शब्द के लिए मैं मार्ग तैयार करता हूँ. ദൈവത്തിന്റെ ശബ്ദമായിരിക്കുന്നവനെ കുറിച്ച് വിളിച്ചു പറയുന്ന ഒരു ശബ്ദം മാത്രമാണ് ഞാൻ. मार्ग अपने आप में ऐसी पहचान है. ഈ വഴി എന്ന് പറയുമ്പോൾ അത് അത്തരത്തിലുള്ള जब പരിചയം. मार्ग तैयार हो जाता है, ഈ വഴി ഒരുക്കുമ്പോൾ वचन में ऐसा लिखा है, വചനം പറയുന്നു, इजरायली भी चले, ഇസ്രായേൽ മക്കൾ നടന്നു, उसके पीछे फेरोन की सेना भी चली. അതിന്റെ പിന്നിൽ ഫറവോന്റെ സൈന്യം പോയി. दोनों ग्रुप जा रहे हैं, രണ്ട് ഗ്രൂപ്പും പോവാ. पर वचन उसका प्रमाण देता है. അത് വചനം അതിനെ കുറിച്ച് जो പറയുന്നു. मार्ग वहां खुला था, അവിടെ തുറന്നു വന്ന വഴി, उस मार्ग से ആ വഴിയിൽ जिनके जीवन के लिए परमेश्वर ने ठहराया था, वो उस मार्ग को पार करके सामने पहुंचे, और जिसके लिए ठहराया नहीं गया था वो वहीं डूब गए. ആരെ കുറിച്ച് ദൈവം ഇത് അപ്പുറം കടക്കണമെന്ന് പദ്ധതിയിട്ടോ അവരാ വഴിയിലൂടെ സഞ്ചരിച്ച് അപ്പുറം കടന്നു. എന്നാൽ ഈ വഴിയിലൂടെ നീ പോകത്തില്ല എന്ന് ദൈവം പദ്ധതിയിട്ട ചിലർ അവിടെ തന്നെ പട്ടുപോയി. मैं आपको डराना नहीं चाहता, നിങ്ങളെ ഞാൻ പേടിപ്പിക്കുവാൻ पर मैं आपको सत्य कहना चाहता हूं. എന്നാൽ ഒരു സത്യം പറയട്ടെ. 2025 2025 एक ही मार्ग में ഒറ്റ വഴിയാ. ठहराए हुए लोग എന്നാൽ ദൈവം കണ്ട ചിലർ सामने होंगे, അപ്പുറം കടക്കും, മുൻപിൽ പോകും. और बहुत से लोग എന്നാൽ ഒരുപാട് പേര് सामने नहीं होंगे. അവര് മുൻനിരയിൽ നിൽക്കത്തില്ല. 2025 2025 वो मार्ग को खोलने जा रहा है. ആ വഴി തുറന്നു വിടുകയാ. जब 2024 के 7वें महीने में 12 तारीख को प्रभु ने कहा 2025 में मैं एक मार्ग खोल रहा हूं. 2024 ജൂലൈ മാസം അതിന്റെ 12-ാം തീയതി ദൈവം എന്നോട് ഇടപെട്ടു, ഒരു വഴി തുറക്കുകയാണ്. मैंने प्रभु से कहा ये कौन सा मार्ग ഞാൻ है? കർത്താവിനോട് ചോദിച്ചു, ഇത് ഏത് വഴിയാ? परमेश्वर के शब्द ने मेरे साथ जब उस बात का प्रकाशन ले आया तो ദൈവത്തിന്റെ വചനം ആ വിഷയത്തെ കുറിച്ച് ഒരു വെളിപ്പാടിന്റെ ഉള്ളിലേക്ക് നൽകി. उस मार्ग का मतलब ये नहीं कि सब लोग चल रहे हैं. ആ വഴി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നടന്ന് കടക്കുവാനുള്ള വഴിയല്ല. मार्ग का मतलब चलना नहीं है, ഒരു വഴിയുണ്ട്, അതിന്റെ അർത്ഥം എല്ലാവർക്കും അതിലൂടെ पर मार्ग का നടക്കാമെന്നല്ല. मतलब है वो जैसे चाहता है वैसे चलना. എന്നാൽ വഴി എന്ന് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ചിലർക്ക് വേണ്ടി മാത്രം തുറന്ന ഒരു വഴി. 2024 के आखिरी के 3 से 4 महीने परमेश्वर हमारी चाल चलन को देख रहा है. ആമേൻ. 2024 അവസാനത്തെ 3-4 മാസങ്ങൾ നമ്മുടെ നടപ്പിനെ ശ്രദ്ധിച്ച് ദൈവം നോക്കുകയാ. उसकी आंखें हमारी चाल चलन को देख रही हैं. കർത്താവ് വ്യക്തമായി ദൃഷ്ടി വെച്ച് നമ്മുടെ परमेश्वर चलने को नहीं देख रहा है. കർത്താവ് നീ എങ്ങനെ നടക്കുന്നേന്നല്ല क्या हम നോക്കുന്നത്. उसकी मर्जी के अनुसार चल रहे हैं? കർത്താവിന്റെ ഇഷ്ടപ്രകാരമാണോ നീ क्या हम നടക്കുന്നത്? उसकी मर्जी के अनुसार अपने व्यक्तिगत जीवन को कार्य में ला रहे हैं? കർത്താവിന്റെ ഇഷ്ടപ്രകാരം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ഒന്ന് നിയന്ത്രിക്കുവാൻ നമ്മൾ തയ്യാറാണോ? परमेश्वर का आत्मा ऐसा कहता है. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, आपके परिवार को परमेश्वर अब एक व्यक्तिगत पहचान के रूप में आपके जीवन में एक नए बदलाव के साथ में आपको प्रमाणित करेगा 2027 में. 2027 വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ ദൈവം ഒരു വ്യത്യസ്തമായ പരിചയത്തിന്റെ അകത്ത് കൊണ്ട് നിർത്തും. 25-26 25-26 2025 और 26 2025-26 आपके परिवार को परमेश्वर बहुत से परिवारों के लिए माध्यम बनाएगा. അനേക കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തെ ദൈവം ഒരു മാധ്യമമാക്കും. परमेश्वर आपके परिवार को उस दृष्टि से देखना चाहता है. നിങ്ങളുടെ കുടുംബത്തെ ദൈവം ആ കണ്ണുകളിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നു. परमेश्वर ये नहीं कहता है कि मैं तुम्हारे व्यक्तिगत जीवन में परिवर्तन ला दूंगा. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തോ വലിയ രൂപാന്തരം കൊണ്ടുവരുമെന്ന് മാത്രമല്ല, परमेश्वर आपके व्यक्तिगत स्वभाव में परिवर्तन को लाने के लिए 2 साल तक आपको तैयार करेगा. 2 വർഷം നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വഭാവത്തിൽ ചില രൂപാന്തരങ്ങളെ കൊണ്ടുവരുവാൻ ദൈവം നിന്നിൽ പ്രവർത്തിക്കും. पूरे परिवार को परमेश्वर एक नए स्वभाव में बनाने जा ഈ रहा है. കുടുംബത്തെ മുഴുവൻ ഒരു പുതിയ സ്വഭാവത്തിന്റെ അകത്ത് ദൈവം കൊണ്ട് നിർത്തും. वो वेल्ड जरूर करते हैं, അദ്ദേഹം വെൽഡിംഗ് ചെയ്യുന്ന ആളാണ്. पर वेल्डिंग करने के कार्य को अपने जीवन के अनुभव में नहीं लाए हैं. പക്ഷേ ഈ വെൽഡിംഗ് ചെയ്യുന്ന പണി തന്റെ ജീവിതത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമായി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല.
मैं साफ नहीं बोल सकता, എനിക്ക് കാണുന്നതെല്ലാം ഞാൻ പറയുന്നില്ല. पर मैं वो व्यक्ति नहीं हूं जो केवल प्रोत्साहित कर सकूं. പക്ഷേ പ്രോത്സാഹനം മാത്രം പറയുന്ന ഒരാളായും എനിക്ക് നിൽക്കാൻ കഴിയത്തില്ലല്ലോ. मैं मजबूर हूं क्योंकि मैं सत्य बोलना जानता हूं. സത്യം പറയാൻ ശീലിച്ചതുകൊണ്ട് ചിലതിന് എന്നെ നിർബന്ധിക്കുക. उनके व्यक्तिगत जीवन में परमेश्वर स्वभाव में परिवर्तन लाएगा. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില സ്വഭാവ രൂപാന്തരങ്ങളെ ദൈവം ये കൊണ്ടുവരും. उनके जीवन का अपमान नहीं है, ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു അപമാന ये വിഷയമായി उनके जीवन കാണണ്ട. को नीचा दिखाना नहीं है, അദ്ദേഹത്തിന്റെ ജീവിതത്തെ താഴ്ത്തി കാണിക്കുന്നുവെന്ന് पर ചിന്തിക്കരുത്. परमेश्वर की दृष्टि हमारे जीवन में क्या बदलाव ला सकती है उसका प्रमाण परमेश्वर देना എന്നാൽ चाहता है. തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് എന്ത് രൂപാന്തരത്തെ കൊണ്ടുവരുവാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവായി പറയുകയാണ്. क्योंकि वेल्ड करने का मतलब है വെൽഡിങ്ങിന്റെ അർത്ഥം അറിയാമോ? आप तब तक माध्यम नहीं बन सकते എപ്പോൾ വരെ അതിനൊരു മാധ്യമമാകാൻ കഴിയത്തില്ല? जब तक आप अपने व्यक्तिगत एग्जिस्टेंस को छोड़ने के लिए तैयार नहीं होते. ഞാൻ ഇന്നതാണ് എന്നുള്ള സ്വയ പരിചയത്തെ വിടും വരെ ഒരു വ്യക്തിക്ക് രണ്ടുപേരെ കൂട്ടിച്ചേർക്കുന്ന പ്രവൃത്തി ചെയ്യാൻ കഴിയത്തില്ല. परमेश्वर उस कार्य को पूरा करेगा. കർത്താവ് ആ പ്രവൃത്തി ചെയ്യും 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 ചെയ്യും. परमेश्वर उस कार्य को परिवार में पूरा करके प्रमाण देगा. നിങ്ങളുടെ കുടുംബത്തിൽ അത് പൂർത്തീകരിച്ച് ദൈവം അതൊരു ചിഹ്നമായി തരും. वो जैसे जोड़ना जानते हैं, എങ്ങനെ കൂട്ടി ഘടിപ്പിക്കുന്ന പണി ചെയ്യാൻ അറിയാമോ? Hallelujah. Precious Lord. Praise the Lord. Hallelujah. Praise the Lord. अपने पास बैठे व्यक्ति को छूकर कहे, प्रभु कुछ कहना चाहते हैं. അടുത്തിരിക്കുന്ന ആളെ തൊട്ടു പറ, കർത്താവ് ചിലത് പറയാൻ ആഗ്രഹിക്കുക. परमेश्वर आने वाले समय में सामर्थ्य से ज्यादा हमारे स्वभाव में परिवर्तन देखना चाहते हैं. കർത്താവ് വരുന്ന നാളുകളിൽ ചില ശക്തി പ്രകടനങ്ങളെക്കാട്ടിലും ജീവിതത്തിലും സ്വഭാവത്തിലും രൂപാന്തരത്തെ ആഗ്രഹിക്കും.